നമ്മൾ പറഞ്ഞ ഈശോയുടെ ഹൃദയത്തോട് നമുക്ക് ഏറ്റവും ചേർന്നിരിക്കാൻ പറ്റുന്ന സമയമാണ് നമ്മുടെ കൂദാശകൾ. 7 കൂദാശകളുണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾ ഇതിനെ ചിന്തിച്ച് എൻ്റെ ഞങ്ങളുടെ വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠം വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു അച്ഛൻ, ഫാദർ റോയ് കടുപ്പിൽ അച്ഛനാണ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. അച്ഛനാണ് പറഞ്ഞത്, അതായത് കൂദാശകളെ കുറിച്ച് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, സഭ അമ്മയാണെങ്കിൽ അമ്മ തരുന്ന ഭക്ഷണമാണ് എന്ത്? കൂദാശകൾ. അമ്മ തരുന്ന മരുന്നാണ് കൂദാശകൾ. അമ്മ തരുന്ന സ്നേഹമാണ് കൂദാശകൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നത് ഒരു സ്ത്രീ, ഒരു അമ്മയാണ്. അങ്ങനെയെങ്കിൽ സഭയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന കൂദാശ ഏതാണ്? മാമോദീസാണ്. അമ്മ, സഭയാകുന്ന അമ്മ ഒരു കുഞ്ഞിനെ, ക്രിസ്ത്യാനിയായിട്ടൊരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയമാണ് ഏത് കൂദാശ? മാമോദീസ. ഈ കൊച്ചിനെ പിന്നീട് നടത്തുന്നത് ഒരുപക്ഷെ അപ്പനേക്കാൾ ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന ആരോടായിരിക്കും? ഒരു കുഞ്ഞോ അമ്മയോടാണ്. അപ്പൊ ആ കുഞ്ഞിനെ ഒന്ന് പിടിച്ചു നിർത്താനും ആ കുഞ്ഞിനെ ഉറപ്പിച്ചു നിർത്താനും ഒക്കെ ഏറ്റവും കൂടുതൽ ഈ മുലപ്പാൽ കൊടുത്തും അതിനെ ചേർത്ത് പിടിച്ചും ഉമ്മ വെച്ചും അതിനിങ്ങനെ പൊതിഞ്ഞു പിടിച്ചും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അതിനെ ഒന്ന് സ്ഥിരപ്പെടുത്തുന്നതും ആരാണ്? അമ്മയാണ്. ആ സ്ഥിരപ്പെടുത്തുന്ന കൂദാശയാണ് എന്ത്? സ്ഥൈര്യ ലേപനം. ഈ കുഞ്ഞിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായതെല്ലാം ചെറുപ്പം മുതലേ ഇതിനൊരുക്കി കൊടുക്കുന്നത് ആരാണ്? അമ്മയാണ്. സ്ഥൈര്യലേപനം എന്ന കൂദാശയിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് സ്വീകരിക്കാൻ ഈ കുഞ്ഞിനെ ഒരുക്കി അതിന്റെ മേൽ ഒന്ന് ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തി അതിനെ ഒന്ന് മിടുക്കിയാക്കി മാറ്റുന്നത് അമ്മയാണ്. 2ാമത്തെ കൂദാശ. 3ാമത്തെ കൂദാശയെ കുറിച്ച് ഇങ്ങനെയാണ്, അതായത് ഈ കുഞ്ഞിന് മുലപ്പാൽ മാത്രം പോരാ, കട്ടിയുള്ള ഭക്ഷണം കൂടെ വേണം, അല്ലേ? ആത്മീയമായിട്ട് കട്ടിയുള്ള ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരം രക്തം. 3ാമത്തെ കൂദാശ. അതും ആരാ കൊടുക്കുന്നത്? അമ്മയാണ് കൊടുക്കുന്നത്. അമ്മയാണ് വാരി കൊടുക്കുന്നത്, സഭയാകുന്ന അമ്മ. ഈ കുഞ്ഞ് വളർന്നു വലുതായി മുമ്പോട്ട് പോകുമ്പോൾ അമ്മയുടെ കൺവെട്ടത്ത് നിൽക്കണമെന്നില്ല. ചിലപ്പോൾ അമ്മ നോക്കിയാലും ഈ കൊച്ചു വീഴാൻ സാധ്യതയുണ്ട്. നല്ല വഴിയാണെന്ന് കരുതി പോകുന്നിടത്തും ഈ കൊച്ചു തട്ടിമറിഞ്ഞ് വീഴാം. ആ കൊച്ചിന്റെ ദേഹത്ത് ചെളി ഉണ്ടാകാം, മുറിവുകൾ ഉണ്ടാകാം. ആ ചെളി കഴുകിക്കളഞ്ഞ് മുറിവുകൾ വെച്ച് കെട്ടി ആ അമ്മയാണ് ഈ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്തി കുളിപ്പിച്ച് മിടുക്കിയാക്കി എടുക്കുന്നത്. ആ കൂദാശയാണ് ഇത്? കുംഭസാരം. വീണ്ടും കിടക്കുന്ന കുഞ്ഞിനെ കഴുകി ശുദ്ധീകരിച്ചെടുക്കുന്ന കൂദാശയാണ് കുംഭസാരത്തിന്റെ സമയം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ഫാമിലി ഒക്കെ ഉള്ളതുകൊണ്ട്, നിങ്ങൾക്ക് കുടുംബജീവിതമൊക്കെ നയിക്കുന്നവരാണ് കൂടുതൽ പേരും. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞ് വളർന്നു വലുതായാൽ ആ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് അപ്പനും അമ്മയും ചിന്തിക്കും. ശരിയാണോ? അപ്പനും അമ്മയും ചിന്തിക്കും. പക്ഷെ യൂഷ്വലി അപ്പനേക്കാൾ കൂടുതൽ അമ്മയായിരിക്കാം പറയാൻ സാധ്യത. കൊച്ചിന് പ്രായമായി, കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ, ഇല്ലെങ്കിൽ എന്റെ ലൈഫിന് എങ്ങോട്ട് പോകണം, കൂടുതലും പറയാൻ സാധ്യത അമ്മയാണ്. സഭ, അമ്മയാകുന്ന ഈ സഭ ഈ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എത്തുമ്പോൾ ഒന്നുകിൽ തിരുപ്പട്ടം എന്ന കൂദാശയിലേക്കോ ഇല്ലെങ്കിൽ വിവാഹം എന്ന കൂദാശയിലേക്കോ ഗൈഡ് ചെയ്ത് അതിനെ ഒരുക്കി വിടും അമ്മ, സഭയാകുന്ന അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും അവസാന സമയത്ത് നമ്മളിങ്ങനെയൊക്കെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അപ്പനോ അമ്മയ്ക്കോ താങ്ങാൻ പറ്റാത്ത ഏറ്റവും വലിയ വേദനയാണ് കുഞ്ഞിന്റെ മരണം. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മക്കൾ മരിക്കുന്നത് കാണേണ്ടി വരുന്നതാണ് ഒരു അമ്മയ്ക്കും അപ്പനും ഉള്ള ഏറ്റവും വലിയ സഹനം. കൊച്ചു വഴിതെറ്റി പോകായിരിക്കും, കൊച്ചു തല്ലിപ്പൊളിത്തരം കാണിക്കായിരിക്കും, അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യും. പക്ഷെ